വളരെയധികം സന്തോഷമുണ്ടായിരുന്ന നിങ്ങളോട് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതമായ 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുളന്തുരുത്തിയിൽ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതാണ്. മുളന്തുരുത്തി പള്ളിയിലും തുടർന്ന് വെട്ടിക്കൽ ദേവരായിലെ അങ്കണത്തിലുമാണ് ഈ അസോസിയേഷൻ കൂടുവാനുള്ള ക്രമീകരണം ചെയ്യുന്നത്. ഏകദേശം 4000-ഓളം ആളുകൾ വന്ന് സംബന്ധിക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് ഇവിടുത്തെ സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് എൻ്റെ ആദ്യ മീറ്റിങ്ങുകളൊക്കെ രാവിലെ ഉച്ചവരെയുള്ള സമയത്തൂടെ വെച്ചാണ് നടത്തുന്നത്. പ്രധാന മീറ്റിംഗ് അസോസിയേഷൻ അത് വെട്ടിക്കൽ ദേവരായിലെ ഉള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. 1876-ലാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മുളന്തുരുത്തിയിൽ വെച്ച് കൂടിയത്. അതിൻ്റെ 150-ാമത്തെ വാർഷികത്തിലാണ് ഇവിടെ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ 40-ാം സമ്മേളനം നടത്തുന്നത്. ഈ അസോസിയേഷനിൽ വെച്ച് മലങ്കര സഭയ്ക്ക് 4 മെത്രാപ്പൊലീത്തന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അസോസിയേഷനാണ്. അതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് ആരംഭിച്ചത്. 101 പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15ഓളം കമ്മിറ്റികൾ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇന്ന് രൂപം കൊടുത്തു. ഇതോടൊപ്പം തന്നെ ഈ പത്രസമ്മേളനം കഴിഞ്ഞാലും തന്നെ ഇതിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പള്ളിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. മലങ്കര സഭയുടെ ഏറ്റവും പരമാധികാര സമിതിയാണ് അൽമായക്കാരും അതുപോലെ വൈദിക ഗണങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേരുന്നതായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ഈ അസോസിയേഷനിൽ വെച്ച് നടത്തുന്നത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, സഭാസ്ഥാനികളെ തിരഞ്ഞെടുക്കുന്നത് എല്ലാം ഈ അസോസിയേഷനിലാണ്. കൂടാതെ എല്ലാ പള്ളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ മെമ്പേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഈ അസോസിയേഷൻ വെച്ചാണ് സഭയുടെ ഭരണകാര്യ സമിതിയായിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ അസോസിയേഷനുള്ളത്. കഴിഞ്ഞ 876 മുതൽ നടത്തിയതിൽ 1934 സഭാ ഭരണഘടന അംഗീകരിച്ച് ഉറപ്പിച്ചതായ 1934 ഡിസംബർ 26-ാം തീയതി നടന്ന അസോസിയേഷൻ മുതൽ ഇന്ന് വരെയും മലങ്കര സഭ കൃത്യമായി 34 ഭരണഘടന അനുസരിച്ചാണ് ഈ അസോസിയേഷൻ വിളിച്ചു കൂട്ടുന്നത്. എല്ലാ സ്ഥാനികളെ തിരഞ്ഞെടുക്കുന്നതും എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുന്നതും എല്ലാം ഈ 34 ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ്. അതനുസരിച്ചാണ് സഭയിലെ എല്ലാ പള്ളികളും പള്ളി പ്രതിനിധികളും വൈദികരും മെത്രാന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഈ പരിപാടി അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വരികയും അതുപോലെ സംബന്ധിക്കുകയും ചെയ്യണം. നിങ്ങളുടെ സഹകരണം നിശ്ചയമായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പറയാം? ചോദിക്കാനുള്ള പറഞ്ഞു സെക്രട്ടറി ചോദിക്കും. എന്തെങ്കിലും കൂടുതലായി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും
പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ വിട്ടുപോയിട്ടില്ലല്ലോ, ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ. എന്താ പറഞ്ഞേ? അത് കോടതി മുഖാന്തരം നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അതിൻ്റെ റുട്ടീനനുസരിച്ച് നടക്കും. ഓരോ വിധികളും വരുമ്പോൾ അതിന് ഉണ്ടാകുന്ന മേൽ നടപടികളുണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ റുട്ടീനനുസരിച്ച് നടക്കും. അതിൻ്റെ ലീഗൽ സെല്ലും അതിൻ്റെ ലീഗൽ ചുമതലക്കാരുമുണ്ട്, അവരൊക്കെ അത് സമയാസമയങ്ങളിൽ നടത്തിക്കൊണ്ടു. എന്തോ അത് ആ സമിതിയാണ് തീരുമാനിക്കുന്നത്. ഞാനതിൻ്റെ അവരെന്നോട് പറയുകയുള്ളൂ. എന്നോട് പറയുമ്പോൾ അതിന് എന്തുവാ ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നതനുസരിച്ച് ചെയ്യാം എന്ന് വിചാരിക്കാം. സഭയുടെ ആദ്യകാലം മുതലേ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതാണ്. വളരെ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്ന 1958 മുതൽ ചർച്ചകൾ പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ നടന്നു. ഓരോ സമയത്തും ചർച്ചകൾ പുരോഗമിക്കും. ചില കൺക്ലൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് പിന്നീട് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്, ചിലതൊക്കെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ഇനിയും ചർച്ചകൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രശ്നങ്ങളനുസരിച്ച് അതിനെ സംബന്ധിച്ച് ആരുമായിട്ടും ചർച്ച ചെയ്യാൻ ഞങ്ങൾ എന്നും തയ്യാറാണ്. ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അറിയില്ല, പ്രധാനമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ പോകും. പ്രധാനമന്ത്രി ആരാണെങ്കിലും ഇവിടുത്തെ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടവർക്ക് പോയി. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാലും പോകും. ആരാവശ്യപ്പെട്ടാലും ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എന്തോ അല്ല, അതിപ്പം പിന്നെ ഇന്ത്യയിലെ നിയമമാണല്ലോ സുപ്രീം കോടതി വിധി. അത് മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറയുമെന്ന് എനിക്ക് വിചാരമില്ല. അതിന് പ്രധാനമന്ത്രിക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ കേസ് നടത്തുന്ന സമയത്ത് പലയിടങ്ങളിലും പല സമയത്തും പല രീതിയിലാണ് അതുണ്ടാകുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഉള്ളത്. മുനിസിപ്പൽ കോടതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതിൻ്റെ വിധി ചോദ്യം ചെയ്യപ്പെടും. അത് ഡിസ്ട്രിക്ട് കോടതിയിലോ സബ് കോടതിയിലോ ഒക്കെ പോകും. അവിടെയും ശ്രദ്ധിക്കാതെ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോടതി പോകും. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകും. അതങ്ങനെ സാധാരണ നടക്കുന്നതാണ്. അതിൻ്റെ റൂട്ടീനനുസരിച്ച് പോകും. ആർക്കാണ് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ അവരത് പോകും. എനിക്ക് സംശയമൊന്നുമില്ല. അറിയില്ല, അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. അദ്ദേഹം എനിക്ക് സന്ദർശിച്ചിട്ടുണ്ട്. എന്നോട് അദ്ദേഹം സാബുവിനെ എനിക്ക് നേരത്തെ അറിയാം. സാബുവിൻ്റെ ഫാദറിനെ അറിയാം. അതുകൊണ്ട് സാബു വരുന്നതിന് കാണണമെന്ന് പറഞ്ഞു. സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. സാബു വന്നു, സംസാരിച്ചു. പൊതുവായി സാബുവിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സംസാരിച്ചു. സഭാപരമായ ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല. ഞാനൊട്ട് തിരിച്ചു പറഞ്ഞില്ല.